നമസ്കാരം. ഞാനിന്ന് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് ലിജോ ജോസ് പെല്ലിശ്ശേരി കഥ എഴുതി സംവിധാനം ചെയ്ത PS റഫീഖാണ് തിരക്കഥ എഴുതിയിരിക്കുന്നത്. മലൈക്കോട്ട വാലിബൻ എന്ന സിനിമയെക്കുറിച്ച് സംസാരിക്കുവാനാണ്. ഈ സിനിമ സെഞ്ചുറി ഫിലിംസ്, ആമേൻ, സരിഗമ പ്രൊഡക്ഷൻസ് ഒക്കെ ചേർന്ന് നിർമ്മിച്ച ഒരു സിനിമയാണ്. പറയാതിരിക്കാൻ നിവൃത്തിയില്ല, മലൈക്കോട്ട വാലിബൻ ഒരു തട്ടിപ്പ് സിനിമയാണ്. ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ കഥയ്ക്ക് PS റഫീഖാണ് തിരക്കഥ എഴുതിയിരിക്കുന്നത്. മോഹൻലാൽ മലൈക്കോട്ട വാലിബൻ ആയിട്ടെത്തുന്നു. മോഹൻലാൽ അവതരിപ്പിക്കുന്നു എന്നാണ് തുടക്കത്തിൽ എഴുതി കാണിക്കപ്പെടുന്നത്. മോഹൻലാൽ അല്ല ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. മോഹൻലാൽ ഈ സിനിമയിലെ ഒരു കഥാപാത്രം മാത്രമാണ്. പിന്നെ എങ്ങനെയാണ് മോഹൻലാലിന് അവതരിപ്പിക്കാൻ കഴിയുന്നത്? തട്ടിപ്പ് അവിടെ മുതൽ തുടങ്ങുന്നു. നാടായ നാടൊക്കെ സഞ്ചരിച്ച് മല്ലന്മാരെയൊക്കെ തോൽപ്പിച്ച് മുന്നേറുന്ന ഒരു മല്ലനാണ് മലൈക്കോട്ട വാലിബൻ എന്നാണ് സിനിമ നമ്മോട് പറയുന്നത്. ഓരോരോ ഊരുകളിലൂടെയാണ് വാലിബൻ്റെ യാത്ര. കൂട്ടത്തിൽ ഹരീഷ് പേരടിയുടെ അയ്യനാരും ചിന്നപ്പയ്യനുമുണ്ട്. സിനിമ തുടങ്ങുമ്പോൾ അവർ മാൻമുറിയ കൊമ്പാനൂരിൽ എത്തിയിരിക്കുകയാണ്. അവിടുത്തെ ഗതയുള്ള മല്ലനാണ് കേളു. കേളുവിനെ വാലിബൻ മലർത്തിയടിക്കുന്നു എന്ന് പറയുമ്പോൾ ഇത് ഗോദായിലെ മലയുദ്ധമൊന്നുമല്ല, സാദാ സിനിമയിലെ സാദാ ഫൈറ്റ്. നാട്ടുപ്രമാണിയൊക്കെ കാണാനുണ്ട്. അവസാനം കേളുവിൻ്റെ കയ്യിലുള്ള മണ്ണും പെണ്ണും വാലിബന് നാടുവാഴി കൽപ്പിച്ച് കൊടുക്കുന്നു. അങ്ങനെയാണ് തോൽപ്പിക്കപ്പെടുന്നവൻ്റെ മണ്ണും പെണ്ണും ജയിച്ച മല്ലനുള്ളതാണ് എന്നാണ് അവിടുത്തെ നിയമം. അങ്ങനെ അവർ സഞ്ചരിച്ച് പോകുന്ന സമയത്ത് മാതങ്കിയെ കാണുന്നു. മാതങ്കി വാലിബന് കുതിര നഷ്ടപ്പെട്ട യോദ്ധാവിൻ്റെ കഥ പറഞ്ഞു കൊടുക്കുന്നു. ഒരു പ്രസക്തിയുമില്ല ഈ കഥ പറച്ചിലിന്. മാത്രമല്ല ആ കഥയൊട്ട് പൂർണ്ണവുമല്ല. കുതിരയുള്ള യോദ്ധാവിനെ രാജകുമാരി പ്രണയിച്ചെന്നോ കുതിരയെ വീണ്ടെടുത്തപ്പോൾ അയാൾ രാജ്യം വിട്ടുപോയെന്നോ എന്നൊക്കെ പുലമ്പുന്നുണ്ട് മാതങ്കി. അങ്ങനെ അവർ മാങ്ങോട്ടൂരിൽ എത്തുന്നു. അതിനിടയിലാണ് രംഗപട്ടണം രംഗിണിയെ വാലിബന് പരിചയപ്പെടാൻ ഇടവരുന്നത്. രംഗിണി നർത്തകി, സുന്ദരി. വാലിബൻ അവളിൽ ആകൃഷ്ടയാകുന്നു. വാലിബൻ അവളെ നൃത്തവേദിയിൽ നിന്നും ഒരു വിടൻ്റെ ആക്രമണത്തിൽ നിന്നും രക്ഷിക്കുന്നുണ്ട്. പിറ്റേന്ന് അയാൾ മാങ്ങോട്ട് മല്ലനുമായി ഏറ്റുമുട്ടുന്നു. മാങ്ങോട്ട് മല്ലനും അയാളുടെ അമ്മയും വീരമ്മ എന്നു പേർ ഒക്കെ ചതിയന്മാരാണ്. ചതിച്ചു വെട്ടുന്നവൻ്റെ കളരി തകർത്ത് വാലിബൻ മലൈക്കോട്ടയിൽ തിരിച്ചെത്തുന്നു. ഇവിടം വരെയുള്ള സിനിമയുടെ ലാഗിങ് നമ്മെ അലോരസപ്പെടുത്താതെ ഇരിക്കില്ല. ഫൈറ്റ് രംഗങ്ങളൊക്കെ വലിഞ്ഞിഴഞ്ഞാണ് പോകുന്നത്. ഒടിയൻ സിനിമയിലെ പോലെ ചാടി വെട്ടുന്നതൊക്കെ നമ്മെ അലോരസപ്പെടുത്തുന്നുണ്ട്. ബാഹുബലി സിനിമയിലെ പോലെ വാലിബൻ വടം കെട്ടി വലിക്കുന്നതും ഉചിതവുമായില്ല, യാഥാർത്ഥ്യമാണെന്ന് തോന്നുന്നുമില്ല. മലൈക്കോട്ടയിൽ പോർട്ടുഗീസ് അധികാരി മക്കാളെ ആളുകളെ അടിമകളാക്കി വെച്ച് സുഖിച്ച് കഴിയുകയാണ്. അതിനെതിരെ പട നയിക്കാനെത്തിയ അടിമകളെ അയാൾ തൻ്റെ തോക്കിന് ഇരയാക്കുന്നുണ്ട്. ഇവിടേക്കാണ് വാലിബൻ ഇതുവരെ കണ്ടതെല്ലാം പോയി, ഇനി കാണാൻ പോകുന്നതാണ് നേര് എന്നൊക്കെ വാചകമടിച്ച് എത്തുന്നത്. ഈ മക്കാളെയും ലേഡി മക്കാളെയുമായി വാലിബൻ ഫൈറ്റിൽ ഏർപ്പെടുന്നു. അവിടെ അയാൾ പരാജയപ്പെടുന്നു. വാലിബൻ പരാജയപ്പെടുന്നു. അയാളെ ആരോ പിന്നിൽ നിന്ന് കുത്തി എന്നാണ് അയ്യനാർ വാലിബനെ ധരിപ്പിക്കുന്നത്. എന്തോ ഒരു മരുന്ന് കുത്തിവെക്കുന്നതായിട്ടുള്ള സൂചി വരുന്നതായിട്ടുള്ളതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെയാണ് അയാളെ ഈ അയ്യനാർ പറഞ്ഞ് കൊടുക്കുന്നത്. അത് ചമതകനാണെന്ന് അയാൾ വരുത്തി തീർക്കുന്നു, അയ്യനാർ വരുത്തി തീർക്കുന്നു. ഇവിടെയും ഒരു വ്യക്തതയില്ല. എന്നാൽ അയ്യനാർ കൂടെ പറയുന്നത് പോലെ വാലിബൻ ഒരു അത്ഭുത ജന്മമായിരുന്നു. അയാൾ ചങ്ങലകൾ പൊട്ടിച്ച് പുറത്തു വരുന്നു. ആ യുദ്ധത്തിൽ അവർ മക്കാളെയും ലേഡിയെയും വധിക്കുന്നു, അടിമകളെ മോചിപ്പിക്കുന്നു. വാലിബൻ പീരങ്കി ഉപയോഗിച്ചുകൊണ്ട് അടിമകളെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ലേഡിയെ വാലിബൻ വാളെറിഞ്ഞ് കൊല്ലുകയാണ് ചെയ്യുന്നത്. വാൾ അവരുടെ കഴുത്തിൽ കൊണ്ട് തല തെറിച്ചു പോകുന്നത് കാണിക്കുന്നതിന് മുൻപ് സംവിധായകൻ വേറൊരു ഷോട്ടിലേക്ക്
പോകുന്നു. പിന്നീടാണ് തലതെറിക്കുന്നത് കാണിക്കുന്നത്. അനുഭവമായി പ്രേക്ഷകർക്ക് അനുഭവപ്പെടണമെങ്കിൽ ഇത്തരം ഉടന്തടിച്ചാട്ടം ഒഴിവാക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. മുകളിൽ നിന്നും സംവിധായകൻ കല്ലുകൾ പോർട്ടുഗീസ് പട്ടാളക്കാർക്ക് നേരെ എറിയുന്നു. വെട്ടിക്കൂട്ട് തന്നെ. എന്തു പറയണം, എങ്ങനെ പറയണം എന്ന് വ്യക്തതയില്ല. സംവിധായകനുമില്ല, തിരക്കഥാകൃത്തിനുമില്ല. അതുകൊണ്ടാണ് അയ്യനാരുടെ ഗിരിപ്രഭാഷണം വലിയ വിജയത്തിന് ശേഷം ഉണ്ടാകുന്നത്. സിനിമ പോർച്ചുഗീസുകാരുമായിട്ടുള്ള യുദ്ധത്തോടുകൂടി അവസാനിച്ചു എന്ന് നമ്മൾ കരുതിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഹരീഷ് പേരടി അവതരിപ്പിക്കുന്ന അയ്യനാരുടെ ഗിരിപ്രഭാഷണം എത്തുന്നത്. വലിയ വിജയത്തിന് ശേഷം യോദ്ധാക്കൾക്ക് ശൂന്യത ഉണ്ടാകും പോലും, അങ്ങനെയാണ് പറയുന്നത്. ആ ശൂന്യതയ്ക്ക് അടുത്ത വിജയം കൊണ്ട് എന്തിനാണ് ഇത്തരം ഫേക്കായിട്ടുള്ള, ഇത്തരം സ്യൂഡോ ആയിട്ടുള്ള തത്വചിന്തകളൊക്കെ കൊണ്ടുവന്ന് പറയുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. അതാണ് സിനിമ ആദ്യമധ്യാന്തം വെട്ടിക്കൂട്ടാണ്, തട്ടിപ്പാണ് എന്ന് പറയുന്നതിൻ്റെ കാര്യം ഇതാണ്. ഒന്നിനൊരു വ്യക്തതയുമില്ല. എന്താണ് പറയേണ്ടതെന്ന് സംവിധായകനും അറിയില്ല, അതിൻ്റെ തിരക്കഥാകൃത്തിനും അറിയില്ല. ഇത്തരം പൊരുത്തമില്ലായ്മ, ഉടനടിച്ചാട്ടം കൊണ്ടുണ്ടാകുന്ന പൊരുത്തമില്ലായ്മ ഒരു വലിയ പ്രശ്നം തന്നെയാണ്. അതുകൊണ്ടാണ് ഈ അടുത്ത സീൻ, അത് കഴിഞ്ഞ ശേഷം റാക്ക് പാട്ട്, ആ പാട്ടൊക്കെ നന്നായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. പാട്ടും കേൾക്കാനൊക്കെ കൊള്ളാം, ഒരു താളമൊക്കെ ഉണ്ട്. പക്ഷേ അത് ഈ ലാഗിങ്ങിലും ഈ വെട്ടിക്കൂട്ട് പരിപാടിയിലും മുങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. ആകെപ്പാട് നമുക്ക് ആ പോർച്ചുഗീസുകാരുടെ ആ രംഗവും വാലിബനുമായിട്ടുള്ള ആ സംഘർഷഭരിതമായിട്ടുള്ള ആ രംഗവും ഈ ഒരു പാട്ട് സീനും മാത്രമാണ് നമുക്ക് ആസ്വാദ്യം എന്തെങ്കിലും തരുന്നുണ്ടെങ്കിൽ ഉള്ളതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത്. ഇവിടെ നിന്നും സിനിമ ഇനിയാണ് വേറൊരു രസമുണ്ടാകുന്നത്. ഇവിടെ നിന്ന് സിനിമ പൈങ്കിളി തരത്തിലേക്ക് കടക്കുകയാണ്. രംഗപട്ടിണം രംഗണിക്ക് വാലിബനോടൊരു പ്രണയമൊക്കെ തോന്നുന്നതായിട്ട് ഈ സിനിമ പറയുന്നുണ്ട്. അത് പക്ഷേ അയാൾക്ക് മറ്റൊരു പ്രണയം ഉണ്ടായിരുന്നത് കൊണ്ടാണ് എന്ന് ഈ രംഗിണിയുടെ സഹായിയായിട്ടുള്ള ഹിജഡയായിട്ടുള്ള ഒരാൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ചിന്നപ്പയ്യൻ പ്രണയിച്ച ജയന്തിയും വാലിബനുമായിട്ടുള്ള രംഗങ്ങൾ കാണിച്ചുകൊണ്ട് സംവിധായകൻ നമ്മോട് പറയുന്നതൊക്കെ പൈങ്കിളിയാണ്. അതെല്ലാം പൈങ്കിളിയാണ്. കാരണം ഈ വേറൊരാളോട് ബന്ധം ഉള്ളത് കൊണ്ടാണ് തന്നെ ഇഷ്ടപ്പെടാത്തത് എന്ന് ഹിജഡ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് വാലിബനും ജമന്തിയായിട്ടുള്ള ഒരു സീൻ കാണിക്കുന്നുണ്ട്. അവിടെ വേറൊന്നുമല്ല, അവർ തമ്മിലുള്ള ഒരു സൗഹൃദ സംഭാഷണം എന്ന് മാത്രമേ അതിന് പറയാൻ പറ്റുകയുള്ളൂ. പക്ഷെ അതെടുത്തിട്ട് കൊണ്ടുവന്ന് അവർ തമ്മിലുള്ള ഒരു ബന്ധമാക്കി മാറ്റിയത് ജ്യേഷ്ഠനും അനിയൻ്റെ ഭാര്യയുമായിട്ടുള്ള ബന്ധമാക്കി മാറ്റി വഷളാക്കുകയാണ്, പൈങ്കിളിയാക്കുകയാണ് ചെയ്തത് സംവിധായകൻ എന്ന് പറയാതിരിക്കാനായിട്ട് സാധിക്കില്ല. പിന്നെ അടുത്തതായിട്ട് വേല നടക്കുന്ന ഒരു ഊരിലേക്കാണ് നമ്മൾ സംവിധായകൻ പോകുന്നത്, സിനിമ പോകുന്നത്. അവിടേക്കാണ്. അവിടെ മുഖംമൂടികളൊക്കെ വെച്ചിട്ടുള്ള ഒരുപാട് ആൾക്കാർ, വിഷ്വൽ എഫക്റ്റൊക്കെ അതൊക്കെ കൊള്ളാം. ഷോട്ടുകളുടെ സംഘാതം മാത്രമല്ല സിനിമ എന്ന് പറയുന്നത്. രണ്ട് ഷോട്ടുകൾ തമ്മിൽ കൂട്ടിയിടിക്കുമ്പോൾ അവിടെ സിനിമ ഉണ്ടാവണം, അവിടെ ഒരു ആശയം ഉണ്ടാകണം, അവിടെ ഒരു അനുഭവം ഉണ്ടാവണം. അതൊന്നും ഈ സിനിമയിൽ നമുക്ക് കിട്ടുന്നില്ല. കാരണം ഇത് തട്ടിപ്പ് സിനിമയാണ് എന്ന് തന്നെയാണ് എനിക്ക് പറയുവാനുള്ളത്. അവിടെ ചെന്ന് ഇവർ തമ്മിലുള്ള സംഭാഷണം, ഈ അനിയത്തിയും അണ്ണനും വാലിബനും തമ്മിലുള്ള സംഭാഷണം, അവൾ ഗർഭിണിയാണെന്ന് അണ്ണനോടാണ് ഞാൻ ആദ്യം പറയേണ്ടത് എന്നൊക്കെ പറയുന്നത് എന്തൊരു തരത്തിലുള്ള എന്ത് യുക്തിയാണ്, ആദ്യം ഭർത്താവിനോടല്ലേ പറയേണ്ടത്, അല്ലാതെ ഭർത്താവിൻ്റെ ജ്യേഷ്ഠനോടാണോ ചെന്ന് പറയേണ്ടത്? അവർ തമ്മിലൊരു ബന്ധം എന്താണ് പറയേണ്ടത് എന്ന് യാതൊരു ഇതുമില്ല. ഒരു അന്തവുമില്ല കുന്തവുമില്ലാത്ത ന്യൂ ജനറേഷൻ തട്ടിപ്പ് സിനിമ എന്നല്ലാതെ എന്താ പറയാനായിട്ട് പറ്റുക? ഓരോ മുടിക്കും പ്രതികാരം ചെയ്യുന്നതാണ്. ചമതകനാണോ പറയണത്, മല്ലയ്യനാണോ പറയണതെന്ന് ഒന്നും ഒരു വ്യക്തതയില്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓരോ കാര്യങ്ങൾ, അന്തവുമില്ലാത്ത കുന്തവുമില്ലാതെ. അവസാനം ഈ വേല നടക്കുന്ന സ്ഥലത്ത് വെച്ച് ഇയാളെ ഈ ചിന്നപ്പയ്യനെയും ജമന്തിയെയും കൊല്ലുകയാണ് ചെയ്യുന്നത്. ആരാണ് കൊല്ലുന്നത് എന്നും അവിടെയും വ്യക്തതയില്ല. നമുക്ക് വേണമെങ്കിൽ വിചാരിക്കാം അവിടെ ചിരിച്ചുകൊണ്ട് മറഞ്ഞു പോകുന്ന ചമതകനായിരിക്കാം കൊന്നത്. അതൊക്കെ നല്ലത് തന്നെ. അങ്ങനെ ആ ധ്വനി ഉള്ളത് നല്ലത് തന്നെ എന്ന് വിചാരിക്കാം. ഈ ചമതകനെ പിന്നീട് അയ്യനാർ കള്ളിൽ വിഷം ചേർത്ത് കൊല്ലുകയാണ്. കൊല്ലുന്നതിന് മുൻപ് അയാൾ തൻ്റെ കഥകളൊക്കെ അയാളോട് പറയുന്നുണ്ട്. താനും ഇതുപോലെ മറ്റൊരു ഊരിലെ വലിയൊരു മല്ലനായിരുന്നു. ആ മല്ലനായ എന്നെയും എൻ്റെ ഭാര്യയെയും
എന്നെ തോൽപ്പിച്ചതോടുകൂടി വേറൊരാൾക്ക് കിട്ടുകയും വേറൊരു അതിഭയങ്കരമായ എലിയാകാനും മലയാകാനും കഴിവുള്ള ഒരു വലിയ മല്ലന് കിട്ടുകയും അവളിൽ ഇവൻ ജനിക്കുകയും നമ്മുടെ വാലിബൻ ജനിക്കുകയും ജനിച്ച ഉടനടി തന്നെ ഇവളെ കുത്തിക്കൊല്ലുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ഇത് അനിയനാണ്, ഇയാളുടെ മകനാണ് എന്ന് വരുന്നത് ഒട്ടും യോജിക്കുന്ന ഒരു കാര്യമല്ല. അയ്യനാർക്കുണ്ടായ രണ്ടാമത്തെ മകനാണ് ചിന്നപ്പയ്യൻ എന്ന് പറയുന്നതിലും ഒരു യോജിപ്പും അവിടെ കാണുന്നില്ല. അങ്ങനെയാണ് ഈ സിനിമയുടെ പോക്ക്. അവസാനം പറയുകയാണ്, ഞാൻ എൻ്റെ പ്രതികാരം, അതായത് അയ്യനാരുടെ പ്രതികാരം ഈ മകൻ, തൻ്റെ മകനല്ലാത്ത മകൻ വേറൊരു മല്ലനെ ജനിച്ച ഈ മകനെ കൊണ്ട് ആ മല്ലനെ കൊണ്ട് കൊല്ലിക്കും എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ അവർ തമ്മിൽ യുദ്ധം ഉണ്ടാകുമ്പോൾ ആരെങ്കിലും ഒരാൾ മരിക്കുമ്പോൾ അത് എൻ്റെ ഒരു സന്തോഷം, അങ്ങനെ എൻ്റെ ഒരു പ്രതികാരം ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ആ മല്ലൻ ആ അച്ഛനായിട്ടുള്ള ആൾ മോഹൻലാലിൻ്റെ തന്നെ ഒരു ഷോട്ടാണ് കാണിക്കുന്നത്. അവിടെ കാണിക്കുമ്പോഴും നമ്മൾ ആ ഷോട്ട് വേറൊരു സിനിമയിൽ കണ്ടിട്ടുണ്ട്. ഒടിയൻ എന്ന സിനിമയിൽ കണ്ടിട്ടുണ്ട്. നമ്മൾ ഒടിയനായ സിനിമയിൽ കണ്ട അതേ ഷോട്ട് തന്നെ, മുടിയൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് ഒരു കണ്ണുകൊണ്ട് മാത്രം നോക്കുന്ന ആ ഒടിയനെ നമ്മൾ കണ്ടതാണ്. അതേ ഇത് തന്നെ ബാഹുബലിയിലുള്ള ചില കാര്യങ്ങളൊക്കെ ഈ സിനിമയിൽ ആവർത്തിക്കുന്നുണ്ട്. തല കൊയ്യുന്നു, തല തെറിച്ചു പോകുന്നു, വടം കെട്ടി വലിക്കുന്നു, മോഹൻലാലിൻ്റെ വാലിബൻ വടം കെട്ടി വലിക്കുന്നു. ഇതെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ. എന്തിനാണ് ഇങ്ങനെയുള്ള വെട്ടിക്കൂട്ട് സിനിമകൾ കാണിച്ചുകൊണ്ട് നമ്മുടെ സമയവും നമ്മുടെ ആസ്വാദനത്തിൻ്റെ നമ്മുടെ മനസ്സിൻ്റെ സന്തോഷമൊക്കെ എന്തിനാണ് ഇങ്ങനെ ഇല്ലാതാക്കുന്നത് എന്ന് മാത്രമാണ് നമുക്ക് ചോദിക്കാനുള്ളത്. പിന്നെ ഈ സിനിമയിൽ കാർട്ടൂണൊക്കെയാണ്, അമർ കഥ വായിക്കുന്ന പോലെയൊക്കെയാണെന്നൊക്കെ ചില ആൾക്കാർ വന്നിരുന്ന് പറയുമ്പോൾ അതിനൊക്കെ എന്താണ് ഒരു മറുപടി പറയുന്നത്? അവർ ഈ സിനിമ കണ്ടിട്ടാണോ അതൊക്കെ പറയുന്നത്? അമർ ചിത്രകഥ കണ്ടിട്ടോ, അമർ ചിത്രകഥ വായിച്ചിട്ടുണ്ടോ എന്തോ ഇവരൊക്കെ? പിന്നെ ചില ആൾക്കാർ പറയുന്നു ഇത് ഭയങ്കരമായിട്ടുള്ളൊരു സിനിമയാണ്, അതിഭയങ്കരമായ ക്ലാസ് സിനിമയാണ്, അതുകൊണ്ടാണ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടാത്തത്. ഇത് ക്ലാസ് സിനിമ ഇവിടെ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല. കുടിയേറ്റമൊക്കെ ഇഷ്ടം പോലെ ആളുകൾ കണ്ടിട്ടുള്ളതല്ലേ ഇവിടെ ഈ നമ്മുടെ നാട്ടിൽ. അനന്തരം എന്ന് പറയുന്ന സിനിമ എത്രയോ ആളുകൾ കണ്ടു, പിറവി എത്രയോ ആളുകൾ കണ്ടു. അപ്പോൾ ക്ലാസ് സിനിമ ആയതുകൊണ്ടാണ് ആൾക്കാർ കയറാത്തത്. മാസ് സിനിമ ആയിരുന്നെങ്കിൽ ഒരുപാട് ആൾക്കാർ കയറിയതിനെ 100 കോടി 1000 കോടിയിലെത്തിനെ. ഈ കോടികളിൽ എത്തുന്നതാണോ സിനിമയുടെ ഏറ്റവും വലിയ മഹത്വം? കോടികൾ ഉണ്ടാക്കിക്കോ, പക്ഷേ മനുഷ്യൻ്റെ യുക്തിക്ക് സഹമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിപ്പിക്കാനും അവർക്കത് കിട്ടാനും ആസ്വാദകനത് കിട്ടാനുമുള്ള പ്രയത്നങ്ങൾ പ്രവർത്തകരുടെ കയ്യിൽ, സിനിമാക്കാരുടെ കയ്യിൽ നിന്നും വരണം. അതിനുവേണ്ടിയാണ് ഇങ്ങനെയൊക്കെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരു സിനിമയെ വീഴ്ത്തിക്കെട്ടാനോ താഴ്ത്തിക്കെട്ടാനോ അല്ല. നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങിച്ചു, ആ പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടില്ല, എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാനുള്ള ബാധ്യത ഓരോരുത്തർക്കുമുണ്ട്. അത് മാത്രമാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. ആദ്യം ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് വിദൂര ദൃശ്യങ്ങൾ കാണിക്കുന്ന സമയത്ത് ചെറിയ ശബ്ദമായിരുന്നു. അടുത്ത് വരുമ്പോൾ മാത്രമാണ് വലിയ ശബ്ദം കേൾപ്പിച്ചുകൊണ്ടത്. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ അത് മാറിപ്പോയി, ഇല്ലാതായിപ്പോയി. സംവിധായകൻ്റെ ശ്രദ്ധ പോയി. സംവിധാനത്തിലൊക്കെ വന്ന പാളിച്ചകളാണ് ഇതൊക്കെ. ഈ സിനിമയ്ക്ക് അകത്തൊന്നുമില്ല, പുറത്തുമില്ല, ഒന്നും കുറെ കെട്ടുകാഴ്ചകൾ മാത്രം. അതാണ് ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ ഈ പുതിയ സിനിമ എന്ന് പറയാൻ വളരെ ഖേദമുണ്ട്.